ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കമ്പാരിസൺ വീഡിയോ ആണ്. ഇന്നാൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ പറയണമെന്ന് വിചാരിച്ചത്. 310 320. 320 ഇതാണ്, 310 ഇതാണ്. JBL 310 320. ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ അപ്ഡേറ്റഡ് വെർഷനാണ്. ഇത് കുറച്ച് ഹൈറ്റ് കുറച്ചിരിക്കുന്നത്. പിന്നെ രണ്ടും കൂടി പെയർ ചെയ്യാൻ നോക്കി, ഞങ്ങൾ കുറേ നോക്കി. അപ്പോൾ പെയറിങ് കഴിയുന്നില്ല. രണ്ടിൻ്റെ ഒരേ തന്നെയാണ്, പക്ഷേ പെയറിങ് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ട് കാണിച്ചപ്പോൾ കാണിക്കാം. പിന്നെ ഫ്രണ്ട് ഏരിയ എങ്ങനെയായിരുന്നു അത് ക്ലോസ് കിട്ടും. ഫ്രണ്ട് ഇതാ JBLൻ്റെ സ്റ്റിക്കർ ഇവർ മാറ്റിയിട്ടുണ്ട്. ഇത് 310ൻ്റെ സ്റ്റിക്കറാണ്, 320. പിന്നെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് സ്ക്വയറിഷ് ആക്കി, ഗ്രില്ല് കുറച്ചും കൂടി മുന്നോട്ടാക്കി. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി 310നാണ് ഒന്നും കൂടി. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ മനസ്സിലാവുമെന്നറിയില്ല. ഉണ്ടാവും ഒരു നല്ലൊരു ഉറപ്പുള്ള ഫീല് 310 കുറച്ചും കൂടി തോന്നുന്നത്. കുറച്ചൊരു ഉള്ളിലൊന്നും ഇല്ലാത്തൊരു ഫീലാണ് ക്വാളിറ്റി ഒന്ന് കുറച്ച്. പിന്നെ സൈഡിൽ 310 സൈഡിലേക്ക് ചരിച്ച് വെക്കാനുള്ള ഓപ്ഷൻ രണ്ട് ഭാഗത്തും കൊടുത്തിരിക്കുന്നു. 320 അതില്ല, സൈഡിലേക്ക് ചരിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് വെർട്ടിക്കലായിട്ട് തന്നെ വെക്കാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഈ ഹാൻഡിലിൻ്റെ ഇത് ടോപ്പിൽ ഇങ്ങനെ ഒരു ബട്ടൺ വെച്ചിട്ടാണ് പ്രസ്സിങ്. മറ്റേതായില്ല, മറ്റേത് ജസ്റ്റ് പ്രസ്സിങ് അപ്പം കൊണ്ട് പോകും. പിന്നെ ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഇതായില്ല, അത് ഫുള്ള് പ്ലാസ്റ്റിക്കാണ് കൊടുത്തത്. പിന്നെ ബട്ടൺസ്, ഇത് ലൈറ്റിൻ്റെ ബട്ടൺ, പിന്നെ വോളിയം അപ്പം ഉണ്ടാവും. പിന്നെ ഇത് പെയർ ചെയ്യാനുള്ളതാണ്, പക്ഷേ 310 ആയിട്ട് ഇത് പെയർ ആവുന്നില്ല. 310നും അതേ ഓപ്ഷൻ ബാക്കിൽ വരുന്നുണ്ട്, പക്ഷേ പെയർ ആവുന്നില്ല. ഇത് ബാസ് ബൂസ്റ്റർ ബ്ലൂടൂത്ത്. ഇത് പിന്നെ മറ്റേ ഇതാണ് DJൻ്റെ ഇതാണ് വരുന്നത്. പിന്നെ അതിൻ്റെ വോളിയാണ്. ഇതിൻ്റെ ട്രിബിളും വോളിയും മറ്റേ ബാസൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ മൈക്കിൻ്റെ മാത്രമാണ്. ഇതിൽ കൊടുത്തിരുന്നത് ഒന്നും കൂടി അടിപൊളിയായിരുന്നു, പക്ഷേ അവർ കൊടുത്തില്ല. അതേ ഇത് സെറ്റപ്പ് ഇവർ കൊടുത്തത് ബട്ടൺസിലാണ്. ബാസ്, ട്രിബിള്, എക്കോ അതൊക്കെ മൈക്കിൻ്റെ കേട്ടോ. ഇതിൽ മൈക്കിൻ്റെ തന്നെ വരുന്നത്. പിന്നെ അതിൻ്റെ ഈ മൂന്നെണ്ണത്തിൻ്റെ പകരം ഇവർ ഇങ്ങനെയാണ് ഇത് കൊടുത്തത്. പിന്നെ ഇത് ഓക്സി USB. ഇതിലത് പുറമെ കാണില്ലല്ലോ അല്ലേ? ഇതിലത് പുറമെ ഇല്ല. ഇത് 310ൻ്റെ പുറമെ തന്നെ ഉണ്ട് ഓക്സി USB ബ്ലൂടൂത്ത്. പിന്നെ ഇത് ബാസ് ബൂസ്റ്റർ, വോളിയം അപ്പ് ഉണ്ടാവണം, പ്ലേ പൗസ്. പിന്നെ ലൈറ്റിൻ്റെ ബട്ടണാണ് കൊടുത്തത്, ഫുള്ള് ബട്ടൺ. ഇത് കഴുകാൻ തുടയ്ക്കാനൊക്കെ ഒന്നുകൂടി സുഖമാണ്. ഇതിൽ പൊടി പിടിച്ച ഉള്ളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ. പിന്നെ മെയിൻ ഒരു കാര്യങ്ങൾ 310 നമുക്ക് ടാബ് വരെ ഇവിടെ വെക്കാം. അവിടെ നിന്നോളൂ. 320 ടാബ് വെക്കാൻ പറ്റില്ല, സ്ഥലമില്ല. കാരണം ജസ്റ്റ് ഫോണൊക്കെ വെക്കാം. ഫോണുടെ ഫോണ് കറക്റ്റ് കേട്ടോ. ഫോൺ ഇവിടെ വെക്കാൻ പറ്റും. കുത്തനെ വേണം, കുത്തനെ വെക്കാം. ഹൈറ്റ് ഇത്ര കുറവുണ്ട്. വെയിറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്ത് ഇത് 16 സംതിങ് 17 സംതിങ് കിലോ വരുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ സ്റ്റിക്കർ ലൈറ്റിന് ഇവിടെ 2 കട്ടിങ് ആണ് അവിടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലാഷ് എപ്പോഴും വർക്ക് ചെയ്യില്ല. ഇവിടെ അവന് എക്സ്ട്രാ ഒരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്ലാഷ് സോങ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്, പക്ഷേ സോങ്ങിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. എപ്പോഴെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫ്ലാഷ് ഫുൾ ടൈം വർക്ക് ചെയ്യും. ഇതിൻ്റെ എപ്പോഴെങ്കിലൊക്കെ വർക്ക് ചെയ്താൽ അതാണ് ഇത് ഫ്ലാഷ് വരുന്നത്. ഇവിടെ 4-5 വരുന്നുണ്ട്, പക്ഷേ എപ്പോഴും കാണില്ല. പിന്നെ ഇത് ഓഫാക്കട്ടോ ഫ്ലാഷ്. അപ്പം ബാറ്ററി ബാക്കപ്പ്, ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയാൽ കുറച്ചുകൂടി ബാക്കപ്പ് കിട്ടും. നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. അതിൻ്റെ ഓഫ് വെച്ച് കണക്ട് ചെയ്തതിനപ്പോൾ ആണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. ഇതിൽ 2 മൈക്ക്, 2 വോളിയം. പിന്നെ ഇവിടെ ഒരു മൈക്കും ഗിറ്റാറും മാറ്റാനുള്ളത്. പിന്നെ ഓക്സി ഇന്ന്
ഓക്സി ഔട്ട്. ഇത് ഞങ്ങൾ ഓക്സി ഒന്നിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓക്സി ഔട്ട് എടുത്തിട്ടാണ് അതിൽ ഇന്ന് കൊടുത്തതാണ്. അങ്ങനെയാണിത് പെയർ ചെയ്തത്. മറ്റേ ഇതിൻ്റെ അകത്ത് പെയറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് പെയർ ആവുന്നില്ല. പിന്നെ USB ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പെയറിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിൽ കൊടുത്തത് ടോപ്പിലാണ്, ഇവിടെയാണ് വരുന്നത്. ഇത് ഫ്രണ്ടിൽ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് കൊടുത്തത്. പിന്നെ ഇതിൽ 2 വോളിയം മൈക്കിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഇതിലായില്ല. അപ്ഡേറ്റ് ആയപ്പോൾ ഒന്ന് കുറച്ചിക്കാൻ വരിക ചെയ്ത്. പിന്നെ ഇതൊക്കെ സെയിമാണ് വരുന്നത്. പിന്നെ മൈക്ക് 2 മൈക്ക് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് വോളിയം ഒന്നേ ഉള്ളൂ. പിന്നെ ഇത് മൈക്ക് അത് സെയിമാണ്. ഇവിടെ പിന്നെ ഉള്ളിലൊരു ലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു രാത്രിയൊക്കെ നമുക്ക് ബാക്കിൽ നിന്ന് കാണുന്നില്ലെങ്കിൽ ടോർച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ഇതിനില്ല, ഇത് ടോർച്ച് അടിച്ച് തന്നെ നോക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ സെയിമാണ്. ഇത് ബൂഫറിൻ്റെ ഇതാണ്, എയറോളാണ്. പിന്നെ ഇവിടെ ഇതേത് ചാർജിങ് നമുക്ക് പ്ലഗ് ഇന്ന് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇത് സെയിം തന്നെയാണ് കൊടുത്തത്, ഇതൊക്കെ സെയിമാണ്. ഓളൊന്നുകൂടി വലുതായിനോ? ഓളുടെ ഷേപ്പ് ഒന്ന് മാറ്റിക്കുന്നുണ്ട് അവർ. ഇത് വെർട്ടിക്കലാണ് കൊടുത്തത്, ഹൊറിസോണ്ടലാണ് കൊടുത്തത്. പിന്നെ മെയിൻ വ്യത്യാസം ബാക്കിൽ വരുന്നത് നമ്മളെ ബാറ്ററി. ഇതിനില്ല കേട്ടോ, ബാറ്ററി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഉള്ളിലാണ് ഇമ്പളുടെ ബാറ്ററിയാണ്. ഇതിൽ ബാറ്ററി എടുക്കാം. ആദ്യം ഇത് ഇങ്ങനെ താത്തുക, താത്തി കഴിഞ്ഞാൽ അതും കൂടെ ആകും. എന്നിട്ട് ജസ്റ്റ് വലിക്കാട്ടോ ചെയ്യാം. ഇത് ഓഫാക്കിയിട്ട് വലിക്കുക. ജസ്റ്റ് ഒന്ന് ഓഫാക്കണ്ട്, ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ കിട്ടും. കണ്ടോ കേട്ടോ ബാറ്ററി വരുന്നത്. JBLൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്. ചെറിയ ബാറ്ററിയാണ്. ബാക്കപ്പ് എത്ര കിട്ടുന്നുണ്ടെങ്കിൽ നോക്കിയില്ല. ഇത് നമ്മൾ 2 വർഷം കഴിഞ്ഞ് മേടിച്ചിട്ട് ഇപ്പോഴും അതേ ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ട്. നോക്കിയിട്ടാണ് നമ്മൾ ഇതെടുത്ത്. പിന്നെ അവിടെ പാർട്ടി ബോക്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ എഴുതി വെച്ചില്ല, ഓർമ്മ വേണം. പാർട്ടി ബോക്സ് ആണെന്ന് നമുക്ക് മനസ്സിലുണ്ടായാൽ ഇവിടെ നമുക്ക് മറന്നുപോയാലും കുഴപ്പമില്ല, അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ വെയിറ്റ് നോക്കിക്കാളാം നമുക്ക്. ഇത് രണ്ടിൻ്റെ വെയിറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കേറ്റ് വെച്ചിട്ട് എടുത്താൽ 16 ഇഞ്ച് ഇങ്ങനെ തെച്ചിട്ട് 16 ഇഞ്ച് ഓക്കെ അല്ലേ? നമ്മൾ 310 ആണ് ഓക്കെ അല്ലേ? കാണില്ലേ? ഓക്കെ. ഇപ്പം എന്തൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം നമ്മൾ ഈ പെയർ ചെയ്യാൻ നോക്കിയിട്ട് ഇത് പെയർ ആവുന്നില്ല. ആപ്പ് വഴി നോക്കി, പിന്നെ ഇതിൽ കൂടെ തന്നെ നമ്മൾ ബട്ടൺ നെക്കി പിടിച്ച് നോക്കി, പക്ഷേ ഇത് തമ്മിൽ പെയർ ആവുന്നില്ല. 310 320 നമ്മൾ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. മാക്സിമം നോക്കി അവസാനം നമ്മൾ ഓക്സി വെച്ചിട്ടാണ് ഇത് രണ്ടിൽ പെയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് പെയർ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഓക്സി ഔട്ട് എടുത്ത് ഇത് ഫോണിൻ്റെ അകത്ത് നേരിട്ട് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഔട്ട് എടുത്തിട്ട് ഇതിന് കൊടുത്ത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഇതിൽ വോളിയം സെപ്പറേറ്റ് തന്നെ കൂട്ടണം. ഇത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, അതിൽ കൺട്രോൾ ചെയ്യുക. അതായത് അതിൽ വോളിയം കൂട്ടുമ്പോൾ ഇതിൽ ഫുള്ളാക്കി വെക്കുക, അതിൽ വോളിയം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ഇത് വോളിയം കൂടുകയും ചെയ്തോളും. അങ്ങനെയാണ് നമ്മൾ ഇത് തമ്മിൽ പെയർ ചെയ്തത്. സൈഡ് ബൈ സൈഡ് വരുമ്പോൾ സൈഡ് ഇങ്ങനെയാട്ടോ വരുന്നത്. കുറച്ച് ഡിസൈനിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കണ്ടോ അവിടെ ഒരു ഉള്ളോട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്, ഒരു ഓള് പോലെ. ഇതിലില്ല, ഇത് പ്ലെയിൻ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ സൈഡ് നമുക്ക് ഈ ചരിച്ച് വെക്കണമെങ്കിൽ ഈ ചരിച്ച് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ചരിച്ച് വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തില്ല. പിന്നെ ടയറിന് കുറച്ച് ഭംഗിയുണ്ട് ടൈം. ഇത് പക്ക ഒരു ഇരുണ്ടിട്ട് JBLൻ്റെ സിമ്പിളുണ്ട്, ഇതിലുണ്ട്. ഒന്നുകൂടി അലോയിലാക്കിയിരിക്കുന്നു. ഇത് ഡ്രമ്മ നമ്മൾ പഴയ മോഡൽ അലോയാണ്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഒന്നുമില്ല. ഈ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ എവിടെ വേണം നിർത്തട്ടോ. ബട്ടൺ എവിടെയാണോ പ്രസ് ചെയ്തിരുന്നത് അവിടെ നിൽക്കും. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് വരാം.
പിന്നെ പെട്ടെന്ന് ഇത് തട്ടുക. ഇവിടെ വെച്ച് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും സാധനം. ഇതിൽ പിന്നെ ബട്ടണില്ല, പ്രസ്സിങ്. ഇപ്പോൾ പക്ഷെ എവിടെ വെച്ച് നിർത്താൻ കഴിയില്ല. ഒരു സ്റ്റോപ്പ് ഉള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ നിൽക്കുള്ളൂ സാധനം. കുറച്ചുകൂടി ഹാൻഡിൽ കുറച്ചുകൂടി സ്റ്റഡി ആയി നിൽക്കുന്ന ഇതാട്ടോ. ഇത് എവിടെ വേണം ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. മറ്റേ ഇല്ല. ഇതിൽ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെത്തിയാലേ നിൽക്കുള്ളൂ. പിന്നെ ഇവിടെ ആക്ഷൻ കിട്ടും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ഇൻവിസിബിൾ ബട്ടൺ ഉണ്ട്, റബ്ബറിൻ്റെ ഉള്ളിലാണ്, കാണൂല. അപ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താവൂല. ഈ ബട്ടൺ നോക്കിയാൽ താന്നിട്ട് പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ. പക്ഷെ ഇതിലങ്ങനെയല്ല, എവിടെ വേണ്ട വെച്ചാൽ അവിടെ നിൽക്കും സാധനം. ബട്ടൺ നെക്കി പിടിക്കണം കേട്ടോ താത്തുമ്പോൾ. പക്ഷെ ഇതിൻ്റെ അടിയിൽ പോയിട്ടൊരു ആക്ഷൻ ഇല്ല കേട്ടോ. ആക്ഷൻ അല്ല, അവിടെ പോയിട്ട് ലോക്കാവുക, അത്രേ ഉള്ളൂ. കുടിയടാ കുടി. ആ കിട്ടി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഹാൻഡിലായിട്ടുള്ള മാറ്റം വരുന്നത്. പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, അത് കാണിക്കാൻ മറന്നു കേട്ടോ. ഒരു സൈഡ് ചെരിച്ചൊക്കെ ഓപ്ഷൻ ഉണ്ട്. അയ്യോ, ഇവിടെ ട്രൈപോഡ് വെക്കാനുള്ള സാധനമാണ്. അടിയിൽ മറ്റേലും ഉണ്ട് അല്ലേ? അല്ലേ, ഞാൻ കാണുന്നില്ല. ആ ഓക്കെ, ദൂരി കഴിഞ്ഞാൽ പോയി ട്രൈപോഡിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മറ്റേലും ഉണ്ട്, മനസ്സിലാവും. ഇതാണ് കിടത്തിടാൻ പറ്റില്ല. ഇത് നമുക്ക് കിടത്തില്ല. അങ്ങനെ നല്ല ഗുണമുണ്ട്. ഇതെങ്ങനെ വേണം വെച്ചാലും ഇതിൻ്റെ ബോഡീൻ്റെ മുകളിൽ ഒരു സാധനമാവില്ല. ഇവിടെ റബ്ബർ ബുഷാണ്. നമുക്ക് അങ്ങനെ ചെരിച്ചിങ്ങനെ കിടത്തി മരത്തി വെക്കാം, ഫ്രണ്ട് ബോക്സ് ആക്കി വെക്കാം. പിന്നെ ചെരിച്ച് അങ്ങോട്ട് അങ്ങനെ ഇവിടെ വെക്കണം കേട്ടോ. ഈ ഭാഗവും നേരെ ഓപ്പോസിറ്റ് ഭാഗവും. പിന്നെ ഇവിടെ പിടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബാക്ക് കാണിച്ചില്ലല്ലോ ഞാൻ അതിനെ പോയത്. ആ ഇത് ഇവിടെ അല്ലേ ബാക്ക്? ഇപ്പുറത്താ. ആ ഞാൻ അങ്ങോട്ടാ ചെരിച്ച്. വീഡിയോ മാറ്റി ഇതാട്ടോ ട്രൈപോഡ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ ഇതാക്കിയിട്ട് ഊര, ഞാൻ പോരുന്നില്ല. ഇത് ഊരിക്കഴിഞ്ഞാൽ ട്രൈപോഡ് ഉണ്ടാവും. ഇത് നമുക്ക് ചരിച്ച് പിടിച്ചുകൊണ്ടോ രണ്ടാൾക്ക് പിടിച്ചുകൊണ്ടാണെങ്കിൽ ഒന്ന് ഇവിടെയും പിടിക്കുക, ഒന്ന് ഇവിടെയും പിടിക്കുക. ഇവിടെ ഗ്രിപ്പ് ഉള്ളോട്ട് കുറവാട്ടോ, കൈ ഒഴിഞ്ഞു പോകും. പിന്നെ ഇത് വരുന്നത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ്, റബ്ബറല്ല. പക്ഷേ ഇത് വരുന്നത് കുറച്ചുകൂടി റബ്ബർ ഫീലുള്ളൊരു സാധനമാണ്. ഇതൊരു ഒന്നുകൂടി രണ്ടൊരു സാധനമാണ്. ഇത് ഉള്ളിലൊരു പിള്ളേറ്റൊരു സാധനം വരുത്തുന്നത്. കുഴപ്പമില്ല, രണ്ടും രണ്ട് ഡിസൈനാണ്. ഒന്നല്ല അലോയി ഒന്നും ഡ്രമ്മുമാണ്. ഇതിന് പിടിക്കാറുണ്ടല്ലോ. ഓ ഇതിനുണ്ട് പിടിക്കാറുണ്ട്, സെയിം സാധനമാണ്. അത് രണ്ടും നമ്മൾ കിടത്തി പേടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയും കിടത്തി മറിച്ച് തിരിച്ചൊക്കെ ഇടാം. ഇതിൽ പിന്നെ 310 വരുന്നൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ ലോക്ക് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ബ്ലൂടൂത്ത് ഓക്സി ബട്ടൺ നോക്കി. ഇതിലില്ല, ഇത് ഞങ്ങൾ ഓട്ടോമാറ്റിക് കുത്തിയപ്പോൾ തന്നെ ഓക്സിയിലേക്ക് മാറിയതാണ്. നമുക്ക് സെപ്പറേറ്റ് USB ഓക്സി ഒന്നും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കാണുന്നില്ല. ഇതിലുണ്ട്, മുകളിൽ തന്നെ കാണണം. ഉള്ളിലും ഇല്ല, ഇതിൻ്റെ ഉള്ളിലില്ല, ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. നമുക്ക് രണ്ട് പാട്ടിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. രണ്ടോട് ഒരുമിച്ചാട്ടോ വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ ബാസ് ബൂസ്റ്റർ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതാ രണ്ടെണ്ണത്തിനും സെയിമാണ് വരുന്നത്. ഇതിൽ ഇപ്പോൾ നല്ല ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ബാസാണ് വരിക. ഇതിപ്പോൾ ടോപ്പായി. പിന്നെ ഓഫ്, ബാസ് ബൂസ്റ്റർ ഓഫാണ്. അതിൻ്റെ മീഡിയം ഹൈ, അതേപോലെ തന്നെ ഇതിൽ റൗണ്ടിലാണ് വരുന്നത്. ഇത് സ്ക്വയർ ഇതിൻ്റെ തന്നെ കൊടുത്ത്. ഇത് ഓഫ്, മീഡിയം, ഹൈ. ലൈറ്റ് കുറച്ച് കുറവുണ്ട്, പഴക്കത്തിൻ്റെ ആയിരിക്കും. പാട്ടിച്ചോ. പിന്നെ ഫ്ലാഷ് അടിപൊളിയാണ്, നല്ല രസമുള്ള ഫ്ലാഷ്. എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. കുറേ ഫ്ലാഷ് ഉണ്ട്, ചെറുതാണ്, പക്ഷെ അത് എപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. സൗണ്ട് ക്വാളിറ്റി
പക്ക സെയിം ആണ് വരുന്നത്, വർക്കിംഗ് ഒക്കെ സെയിം ആണ് വരുന്നത്, ബ്ലൂടൂത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഈ ബട്ടൺസിൻ്റെ അലൈൻമെൻറ്റും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വെയിറ്റ് കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് വരുന്നത്. ഹൈറ്റും ഇതൊക്കെ ഇത് പറഞ്ഞില്ലേ, ഹൈറ്റിൻ്റെ കുറച്ച് ഇത് കുറവുണ്ട്, വെയിറ്റ് കുറച്ച് കുറവുണ്ട്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്നും കൂടി ഇതാണ് നല്ലതെന്ന് തോന്നുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പോൾ 310 പൈസ ഉള്ളതെന്നുണ്ടെങ്കിൽ 310 എടുത്താൽ തന്നെ അത്യാവശ്യം സെയിം തന്നെയാണ് വരുന്നത്. ഒന്നുകൂടി നല്ല ഓപ്ഷൻസ് ഒക്കെ കൂടുതൽ തോന്നുന്നത് 310 ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടി ഓപ്ഷൻസ് കുറച്ചിട്ട് ഇവർ വില കൂട്ടിക്കുകയാണെന്നാണ് തോന്നുന്നത് 320. പക്ഷേ കാണാനുള്ള ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 320 എടുത്താലും ഒന്നും കൂടി കുഴപ്പമില്ല. പിന്നെ വരുന്നത് 310 ഇപ്പം 30 സംതിങ് അങ്ങനെ വരുന്നത്. ഞങ്ങൾക്ക് ഓഫറിൽ ഇത് കിട്ടിയത്, എന്നാലും ഇതിനെക്കാട്ടും ഒരു 10 രൂപ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ സെയിം വർക്കിംഗ് ഒക്കെ തന്നെയാണ്. ഇത് 320 എടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ 320 എടുക്കാം. പിന്നെ 310 മതി എന്നുണ്ടെങ്കിൽ 310 എടുത്താലും പക്ക സെയിം തന്നെയാണ് വരുന്നത്, വർക്കിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് വേറെ ഒന്നും പറയാനില്ല. ബാറ്ററി മാത്രമേ ഉള്ളൂ. ബാറ്ററി പിന്നെ ഇൻബിൽഡ് ആണ് വരുന്നത്, ബാറ്ററി മാറ്റാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾക്ക് ബാറ്ററി മാറ്റാം സെപ്പറേറ്റ്. ഇനിയിപ്പം ബാറ്ററി ഇൻ കേസ് കുറേ കാലം കഴിഞ്ഞാൽ ഇനി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ വേറൊരു ഷോപ്പിലോ വേറെ സ്ഥലത്തുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കപ്പ് കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഇതിന് നല്ല ബാക്കപ്പ് കിട്ടി. ഇതിപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത ബാക്കപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് ഊരി മാറ്റാൻ പറ്റും. ഇതിന് അത് കഴിയില്ല. പക്ഷേ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഭാവിയിൽ കംപ്ലൈൻറ്റ് ആകുമ്പോൾ അതൊരു ഷോപ്പിലോ അല്ലെങ്കിൽ ആ ഊരാൻ അറിയുന്ന ഒരാളടുത്ത് കൊടുത്തിട്ട് നമ്മൾ ബാറ്ററി മാറ്റേണ്ട ഒരു ആവശ്യം വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും പ്ലഗ് ഇൻ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. ഇത് ഞാൻ എപ്പോഴും പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കില്ല. അതുകൊണ്ടായിരിക്കും അത്യാവശ്യം ബാക്കപ്പ് നല്ല കിട്ടുന്നുണ്ട്. ബാറ്ററി കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവർ 320 ആക്കിയപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ബാറ്ററി ചെറുതാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം ലൈഫ് ഇട്ടു എപ്പോൾ വാങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു 2 മാസമായിട്ടുള്ളൂ നമ്മൾ മേടിച്ചിട്ട്. അപ്പോൾ ഇനി ഭാവിയിൽ എങ്ങനെയാണ് ബാക്കപ്പ് ഉണ്ടാവുക? ചെറിയൊരു ബാറ്ററിയാണ്, കണ്ടില്ലേ, അപ്പോൾ ചെറിയൊരു ബാറ്ററിയാണ്. അപ്പോൾ ഭാവിയിൽ ഇനി എങ്ങനെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ബാക്കപ്പ് കുറവുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവരും താങ്ക് യു. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക്സ്.